ഹലോ ഫ്രണ്ട്സ്, മൈ യൂട്യൂബ് ചാനൽ ശാന്തിനി കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് നൂഡിൽസ് ഉണ്ടാക്കാം. നൂഡിൽസ് എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ കടയിൽ നിന്ന് നൂഡിൽസ് മേടിച്ചിട്ടുണ്ടെങ്കിൽ അത് വെറുതെ കുട്ടികൾക്ക് വെള്ളം തിളപ്പിച്ചിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കലല്ലേ. അപ്പോൾ നമുക്ക് ഇന്ന് വെജിറ്റബിളൊക്കെ കൂട്ടിയിട്ട് ഒരു നൂഡിൽസ് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പം നൂഡിൽസ് ഞാൻ എടുത്ത് പൊടിയായിട്ടൊന്ന് ഒടിച്ച് വെച്ചിരിക്കുകയാണിത് കേട്ടോ. ഒടിച്ചിട്ട് അതിൻ്റെ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. വെള്ളം തിളക്കാനായിട്ട് നമ്മൾ വെജിറ്റബിൾ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇതിനകത്ത് ക്യാരറ്റ്, അല്ല ബീട്രൂട്ട്, ക്യാരറ്റ്, ബീൻസ്, ഉരുളക്കിഴങ്ങ്, സവാള, അത്ര ഐറ്റം ഉണ്ട് ഇതിനകത്ത്. എന്ത് വേണമെങ്കിലും ചേർക്കാം നമുക്ക് കേട്ടോ. അപ്പോൾ നമ്മൾ ഇത്രയും പച്ചക്കറി എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഇത് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമുക്ക് സ്റ്റവ് കത്തിച്ചിട്ടുണ്ട്, ഒന്ന് ചൂടായിക്കോട്ടെ. അതിന് നമ്മൾ മസാല എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇടേണ്ട മസാല അത് നമ്മൾ വെജിറ്റബിൾ മസാലയാണ്. മാഗിയുടെ നൂഡിൽസാണ് എടുത്തേക്കണത്, വെജിറ്റബിൾ തന്നെയാണ്. അപ്പം ഞാൻ അതിലുള്ള വെജിറ്റബിൾ എടുത്തിട്ടില്ല, ആ മസാലയാണ് എടുത്തിട്ട് ഞാൻ ഇവിടെ പൊടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പം അതാണ് ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നത് കേട്ടോ. ഒരു 2 ടീസ്പൂൺ ഉണ്ടാവും. നമുക്ക് ഉണ്ടാക്കി നോക്കാം. ചട്ടി ചൂടായിക്കോട്ടെ. കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഈ മസാല ഇത് വെജിറ്റബിൾ അരിഞ്ഞതിലേക്ക് വാട്ടാനിടാം കേട്ടോ. കുട്ടികൾക്ക് വെറുതെ നൂഡിൽസ് ഉണ്ടാക്കി കൊടുത്താൽ അതിനൊരു ഹെൽത്തി ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, വെജിറ്റബിളൊക്കെ കൂടി അരിഞ്ഞ് അവർക്ക് വഴറ്റി കൊടുക്കണം. വഴറ്റി അതിനകത്തേക്ക് ഇട്ട് വേവിച്ച് കൊടുക്കണം. ഒരുപാട് ഹെൽത്തിയായ ഒരു ഭക്ഷണമാണ് കേട്ടോ. വെജിറ്റബിളൊക്കെ ചെല്ലുമ്പോഴേ കുട്ടികൾക്കൊരു ഉഷാറും ഉന്മേഷവും ഒക്കെ ഉണ്ടാവും. വെറുതെ ഇത് തിളച്ച വെള്ളത്തിൽ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒന്നിനും കൊള്ളില്ല കേട്ടോ. അവർക്കൊരു ടേസ്റ്റിയായ ഭക്ഷണം കഴിയുന്ന വെജിറ്റബിളൊക്കെ ചേരണം കേട്ടോ. ഒന്ന് വഴന്നിട്ട് അതിലേക്ക് വെള്ളം ഒഴിച്ച് നമുക്ക് തിളപ്പിക്കാം. കുറച്ച് ഉപ്പിടുന്നുണ്ട് ഇതിനകത്ത്. ഉപ്പിട്ടിട്ടുണ്ട്. വഴന്നോട്ട് വന്നിട്ട് വഴന്നോട്ടെ. അപ്പോൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നമ്മൾ എന്തോട്ടെ നമ്മുടെ കുട്ടികൾക്കൊക്കെ നല്ല ഹെൽത്തിയായ ഫുഡ് ഉണ്ടാക്കി കൊടുക്കാൻ നോക്കുക. ഈ വെജിറ്റബിളൊക്കെ ചെന്നാലേ നമ്മുടെ കുട്ടികൾക്ക് ആരോഗ്യം ഉണ്ടാവുള്ളൂ. വെജിറ്റബിൾ കഴിക്കാത്ത കുട്ടികൾക്കൊക്കെ ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ നല്ലതായിരിക്കും. ഇനി വഴന്നോട്ടെ, വഴന്ന് വരട്ടെ. നല്ലോണം വഴന്നിട്ട് നമുക്ക് വെള്ളം ഒഴിക്കാം. ഒരുപാട് ദിവസമായി ഞാനൊരു വീഡിയോ ഇട്ടിട്ട് ഗ്യാസ് തീരുമെന്ന് പറഞ്ഞ് പേടിച്ചിട്ടാണ് ഇടാത്തത് കേട്ടോ.
വരണേ ഉള്ളൂ. ഒന്നും കൂടി ഒരു 2-3 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. നമുക്ക് ഇതൊന്ന് വെയിറ്റ് ചെയ്തിട്ട് ഇത് വഴന്നു വന്നിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് ഒരു 5-6 കറിവേപ്പില ഇട്ട് കൊടുക്കാം കേട്ടോ. വെള്ളം ഒഴിച്ച് കൊടുക്കാം. 1.5 ലിറ്റർ വെള്ളമുണ്ട് കേട്ടോ. അത് ഒഴിച്ച് കൊടുക്കാം. മൂടി വെച്ച് നമുക്ക് തിളപ്പിച്ചെടുക്കാം. നമുക്ക് ഒരുപാട് കുട്ടികൾക്ക് ഇഷ്ടമുള്ളൊരു നൂഡിൽസ് എന്ന് പറഞ്ഞ സാധനം ഒരുപാട് കുട്ടികൾക്ക് ഇഷ്ടമാണത്. കുട്ടികൾക്കൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയൊരു ഭക്ഷണവുമാണ്. സ്കൂൾ വിട്ടൊക്കെ വരുമ്പോഴേക്കും പിള്ളേർക്ക് വിശക്കണം പറഞ്ഞാൽ ചില അമ്മമാർ ഈ ഒരു നൂഡിൽസ് 10 രൂപയുടെ ഒരു പാക്കറ്റ് മേടിച്ചിട്ട് വേഗം വെള്ളം ഒഴിച്ച് തിളപ്പിച്ച് അതിനകത്തേക്കിട്ട് ഇളക്കി കോരി അങ്ങ് കൊടുക്കും. അതിനൊരു ഗുണം ഉണ്ടാവില്ല. നമ്മൾ കുറച്ച് വെജിറ്റബിളൊക്കെ ഇട്ട് കൊടുത്താണെങ്കിൽ നമുക്കൊരിത്തിരി കുട്ടികൾക്കൊക്കെ ഗുണം ഉണ്ടാവും. ഹെൽത്തിയുമാണ് വെജിറ്റബിളൊക്കെ ചെല്ലുമ്പോഴേക്കും. അപ്പോൾ എല്ലാവരും കുട്ടികൾക്ക് ഹെൽത്തിയായ ഭക്ഷണം കൊടുത്ത് ശീലിപ്പിക്കുക. അവർ കഴിക്കില്ലായിരിക്കും, എന്നാലും കഴിപ്പിക്കണം. ഈ ക്യാരറ്റ്, ബീട്രൂട്ട് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നല്ല ഹെൽത്തിയാണ്, കണ്ണിനൊക്കെ നല്ലതാണ്, കാഴ്ചക്ക്. അപ്പോൾ അതൊക്കെ കുട്ടികൾക്ക് കൊടുക്കാൻ നോക്കണം. അപ്പോൾ ഒന്ന് വെള്ളം തിളച്ചാൽ നോക്കട്ടെ. തിളച്ചിട്ടില്ല, തിളച്ച് വരുന്നേ ഉള്ളൂ. നമുക്ക് ചൂടാണെങ്കിൽ ഭയങ്കര ചൂടുണ്ട്. ഇടയ്ക്കൊരു മഴ പെയ്ത് അതിനേക്കാണ് ഇരട്ടി ചൂട്. നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ്. വെള്ളം ഒന്ന് തിളച്ചോട്ടിട്ട് നമുക്ക് അതിട്ട് കൊടുക്കാം. എന്നിട്ട് അപ്പം എല്ലാവരും എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യണേ, പിന്നെ ഹെൽപ്പ് ചെയ്യണം എല്ലാവരും. ഇപ്പം തിളക്കും കേട്ടോ. തിളച്ചിട്ട് ഒന്ന് വെയിറ്റ് ചെയ്യാം നമുക്ക് തിളക്കുമ്പോഴേക്കും. ഇപ്പോൾ വെള്ളമൊക്കെ തിളച്ച് വന്നിട്ടുണ്ട്. ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നൂഡിൽസ് ഇടാട്ടോ. ഒന്നും കൂടി അമർത്തി വെള്ളത്തിലിട്ട് കൊടുക്കാം. മൂടി വെച്ച് കൊടുക്കാം കേട്ടോ. ഇതിലൊരു മുട്ടയൊക്കെ പൊട്ടിച്ച് ചിക്കിയൊക്കെ എടുത്ത് കൊടുക്കുന്നതൊക്കെ നല്ലതാണ് കുട്ടികൾക്ക് കേട്ടോ. വെജിറ്റബിളിൻ്റെ കൂടെ ഒരു മുട്ടയൊക്കെ കൊടുക്കാം. അതിനകത്ത് കൂട്ടി കഴിച്ചോളും പിള്ളേർ. നമ്മൾക്കാണെങ്കിലും ഒരു നേരമൊക്കെ ഇങ്ങനെയൊക്കെ കഴിക്കാം കേട്ടോ. നമ്മളും കൊച്ചു പിള്ളേരെ പോലെ തന്നെയാണ്. ഹെൽത്തിയായ ഭക്ഷണമൊക്കെ കഴിക്കണം. അപ്പോൾ അതൊന്ന് വെന്തോട്ടെ കേട്ടോ. നമുക്ക് ഇളക്കി കൊടുക്കാമെന്ന്. മല്ലിയിലേക്ക് ഇടാൻ കേട്ടോ. ഇതിൽ മല്ലിയില എനിക്ക് കിട്ടിയില്ല, അതുകൊണ്ട് ഞാൻ ഇതിനകത്ത് ഇട്ടിട്ടില്ല. നമ്മൾ വേഗട്ടപ്പോഴേക്കും നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. ഒന്ന് തിളച്ചോട്ടെ, ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇത് ഏതാണ്ടൊക്കെ വേവ് പകുതിയായിട്ടുണ്ട്. നമുക്കപ്പോഴേക്ക് ഈ പൊടി മസാല തൂക്കി കൊടുക്കാം കേട്ടോ. ഇട്ട് കൊടുക്കാം അങ്ങോട്ട്. ഒരു കുഴപ്പമില്ലാത്ത മസാലയാണിത്. ഇളക്കി കൊടുക്കാം.
തിളച്ചോട്ടെ എന്ന് നമുക്കൊന്ന് മൂടി വെച്ച് തിളപ്പിക്കാം കേട്ടോ. ഇപ്പം എല്ലാവരും കുട്ടികൾക്ക് വെജിറ്റബിളൊക്കെ ഇട്ട് നൂഡിൽസ് ഉണ്ടാക്കി കൊടുക്കുക കേട്ടോ. പിള്ളേർക്ക് ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണമാണ് നൂഡിൽസ്. എല്ലാവർക്കും ഇഷ്ടപ്പെടും കുട്ടികൾക്ക്. അപ്പം ഉണ്ടാക്കി കൊടുക്കുക എല്ലാവരും. പിന്നെ കൂടാതെ എനിക്ക് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാം. നമ്മുടെ നൂഡിൽസൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ പൊടിച്ചിട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് കോരാനൊക്കെ നല്ല എളുപ്പമാണ്. പൊടിക്കാതെ ഇട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് കോരിയെടുക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇപ്പം കണ്ടില്ലേ അല്ല, ഇങ്ങനെ വിട്ട് വിട്ട് നിൽക്കണതാണ്. ഈ പരുവത്തിൽ വേണം നമുക്ക് നൂഡിൽസ് പൊട്ടിച്ച് എടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഒടിച്ചെടുത്താൽ മതി, അപ്പോൾ ശരിയായിക്കോളും. പിന്നെ ഇത് വേറെ ഒരു പാക്കറ്റ് ഉണ്ട്, അത് മേടിച്ചാലും കുഴപ്പമില്ല. അതിലും ഈ വെജിറ്റബിളൊക്കെ ഇട്ട് നല്ലോണം റെഡിയാക്കിയാൽ നല്ല ടേസ്റ്റാണ് അതിനൊക്കെ. ഏതാണ്ടൊക്കെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് നോക്കാം റെഡിയായോ എന്ന്. ഉപ്പൊക്കെ നോക്കിക്കോട്ടെ കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ആ വെജിറ്റബിളിൻ്റെ മസാലയില്ലേ, അതൊരു പ്രത്യേക ടേസ്റ്റാണ്. സ്റ്റൗ ഓഫാക്കുവാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ നൂഡിൽസ് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും കുട്ടികൾക്ക് ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കുക. വെജിറ്റബിളൊക്കെ അരിഞ്ഞിട്ട് എല്ലാ വെജിറ്റബിളും ഇതിനകത്ത് ചേർക്കാൻ പറ്റിയതാണ്. ഞാൻ തക്കാളി ഇടണമെന്ന് വിചാരിച്ച് ഇട്ടിട്ടില്ല, മറന്നുപോയി. ഒരു മുട്ടയൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. കുട്ടികൾക്ക് ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിലേക്കും ബൈ.